മുത്തശ്ശി കഥകളിലെ രാജകുമാരിമാരായി സ്വയം ചിന്തിക്കാത്ത ഏത് കുട്ടിയാവുമല്ലേ ഉണ്ടാവുക. വർണ്ണങ്ങളുള്ള ഉടുപ്പും പാറി പറക്കുന്ന ചെമ്പൻ മുടിയും തുടുത്ത കവിളുകളും ചുവന്ന ചുണ്ടുകളും ഇതൊക്കെ കേട്ട് ആരും കാണാതെ ചുണ്ടിൽ ചായം തേച്ചും അമ്മയുടെ സാരി എടുത്ത് ചുറ്റിയും എല്ലാം സ്വയം രാജകുമാരിമാരാകാറുമുണ്ട്. പക്ഷേ ഇത് കാലം വേറെയാണ്. കഥകളല്ല, ഗെയിമുകളുടെ കാലം. കൊറിയൻ ലവ് ഗെയിമിന് അടിമപ്പെട്ട് രാജകുമാരിമാരെന്ന് കരുതി മരണത്തിന് കീഴടങ്ങിയ 3 സഹോദരിമാരുടെ വാർത്ത നമ്മളെല്ലാവരെയും ഞെട്ടിക്കുന്നതാണ്. ജെൻസികൾ എന്ന് പറയുന്ന പുതിയ തലമുറയുടെ സഞ്ചാര വഴികളിൽ ഇങ്ങനെയുള്ള അപകടങ്ങൾ പതിയിരിക്കുന്നു എന്നത് ഒറ്റപ്പെട്ട സംഭവമല്ല. കൊറിയൻ ഗെയിം മരണക്കെണിയാണോ എന്നാണ് നമ്മൾ കുറച്ച് ആളുകളോട് ചോദിക്കുന്നത്. കോഴിക്കോടുള്ള ആളുകളോടാണ് ചോദിച്ചത്. ആകാശ്, എന്താണ് ആളുകൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്ന് നോക്കാം. ഇന്ത്യയിലും സംസ്ഥാനത്തും കൊറിയൻ സംസ്കാരത്തോടുള്ള സ്വാധീനം വർദ്ധിക്കുന്നൊരു സമയമാണ്. കാരണം കഴിഞ്ഞ ദിവസമാണ് ഉത്തർപ്രദേശിലെ പ്രായപൂർത്തിയാകാത്ത 3 കുട്ടികൾ സ്വയം ജീവനൊടുക്കിയത്. ഇത് കേരളത്തിലും യുവാക്കളെ സ്വാധീനിക്കുന്നുണ്ടോ? നമുക്ക് പൊതുജനാഭിപ്രായം തേടാം. ഇതെന്ന് വെച്ചാൽ ഓരോരുത്തരുടെയും സൈക്കോളജിക്കൽ ആസ്പെക്റ്റ് ആണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അത് വീട്ടിലായാലും പാരൻസ് ആയാലും അതേപോലെ തന്നെ ടീച്ചേഴ്സ് ആയാലും അവരൊക്കെ ഒരു മെൻ്റലി ഉള്ള ഒരു ഇതിലായിരിക്കണം എങ്ങനെ ചെയ്യേണ്ടത്. അപ്പം ഒരു കൊറിയൻ ഗെയിംസോ അല്ലെങ്കിൽ കൊറിയൻ ഡ്രാമാസിനോ ഒന്നും നമ്മൾ ബ്ലെയിം ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇന്നിപ്പോൾ നമുക്ക് ആ റീൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ കൊറിയൻ ആളുകളെ സ്നേഹിച്ചിട്ട് ഇതിൻ്റെ ലോങ് ഡിസ്റ്റൻസ് ലവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം അവരുടെ ആ ഒരു കൾച്ചർ ഇപ്പോൾ നമ്മളിലേക്ക് എത്തിയോണ്ട് തന്നെ അവരുമായിട്ട് മിങ്കിൾ ചെയ്യാനും അവരെ മനസ്സിലാക്കാനും ആ ഒരു സ്റ്റൈൽ ഫോളോ ചെയ്യാനൊക്കെ ഇപ്പോഴത്തെ നമ്മുടെ ഇന്ത്യയിലുള്ള ജനറേഷന് ഭയങ്കരമായിട്ട് ഇവരെ ഇൻഫ്ലുവൻസ്ഡ് ആണത് ആ കാര്യത്തിൽ. നമ്മൾ ഒരിക്കലും ഇന്ത്യൻ കൾച്ചറിനെ അല്ലെങ്കിൽ കൊറിയൻ കൾച്ചറിനെ ഒന്നും ബ്ലെയിം ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇതൊക്കെ ഒരു പേഴ്സണ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ നമ്മൾ എന്തൊരു കാര്യം ചൂസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ട് പഠിക്കാനോ അല്ലെങ്കിൽ ഇപ്പോൾ ലൈക്ക് ഗെയിം ആണെങ്കിലും ഈ ഡ്രാമാസൊക്കെ കാണുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും അതിൽ അഡിക്റ്റഡ് ആവാതെ നോക്കുക. അത്രയ്ക്ക് അഡിക്റ്റ് ആവേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. എല്ലാത്തിനും ഒരു ലിമിറ്റ് വെച്ചിട്ട് എല്ലാം കാണുക, എല്ലാത്തിലും ഇൻഫ്ലുവൻസ് ആവുക, അത്രേ എനിക്ക് എനിക്ക് അങ്ങനെ ഒരു ഒപ്പീനിയനാണ് എൻ്റെ ഭാഗത്തുനിന്ന്. ബാന് ചെയ്യാൻ എത്രത്തോളം പറ്റുന്നല്ല, പക്ഷെ അതിൻ്റെ റിസ്ട്രിക്ഷൻ വെക്കും. 18+ അല്ലെങ്കിൽ പാരൻസിൻ്റെ സമ്മതത്തോടു കൂടെ അങ്ങനത്തെ ഒരു സംഭവം ആക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇങ്ങനത്തേന് കുറവ് വരുമെന്ന് വിചാരിക്കാം. ഓവറായിട്ട് ഇൻഫ്ലുവൻസ് ആവരുത്, എല്ലാത്തിനും ഒരു പരിധി വെക്കുക. ഇപ്പം നടന്ന സൂയിസൈഡില്ലേ, അതവരെ എന്താ പറയുക അത്രയും ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. ചില ഡ്രാമാസിൽ നമ്മളെ ഫിലിംസ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അതുപോലെയാണ് ഈ ഡ്രാമാസ്. നമ്മളെ മനസ്സിൽ അത്രയും അതിങ്ങനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അഡിക്ഷൻ വരും. അത് ചെറിയ കുട്ടികൾ എന്തായാലും അത് ചെയ്യുന്നുണ്ട്. കാരണം ചെറിയ കുട്ടികൾക്ക് ഇപ്പം ഭയങ്കര ഫോണിന് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പം കടന്നു പോകുന്നത്. അപ്പോൾ ഈ കോവിഡിന് ശേഷമാണ് ഇപ്പം കുട്ടികൾ ഫോണിൽ അഡിക്റ്റ് ആയിട്ട് മാറിയിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾക്കെല്ലാം ഭയങ്കര ഫോണ് ഗെയിംസ് ഡ്രാമാസ് എല്ലാം കണ്ട് അവരെ ഭയങ്കര അത് ബാധിക്കുന്നുണ്ട്. പഠനമായാലും അവർക്ക് അതില്ലാണ്ട് ഇപ്പം നിൽക്കാൻ പറ്റൂല എന്നുള്ളൊരവസ്ഥയിലാണ് കുട്ടികളിപ്പം കടന്നു പോകുന്നത്. ഇവിടുത്തെ ഒരു സംസ്കാരമൊക്കെ വെച്ച് നോക്കുമ്പം കൂടുതൽ ഗേൾസിനൊന്നും അത്ര റെസ്പെക്റ്റ് കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷെ അവിടുത്തെ ഒരു മെൻ സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറഞ്ഞാൽ അത്രക്കും ഗേൾസിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന രീതിയൊക്കെയാണ്. അപ്പോൾ അതെന്ന് പറയുന്നത് ഒരു ഗുഡ് ക്വാളിറ്റി ആണല്ലോ. അപ്പോൾ അതൊക്കെ ഇവിടെയുള്ള ഗേൾസിന് നല്ലപോലെ ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട്. കൾച്ചറലി കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ദാറ്റ് ഈസ് നമുക്ക് വേറെ കൾച്ചർ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതങ്ങനെ പറ്റുമ്പം നമുക്ക് കുറച്ചും കൂടി നോളജ് കൂടുക ചെയ്യുന്നത്. സോ ഇൻ ദാറ്റ് കേസ് അത് നല്ലൊരു കാര്യമാണ്. ബട്ട് ഓൺ ദി അതർ ഹാൻഡ് ചിലവർ നന്നായിട്ട് ഒബ്സെസ്ഡ് ആവുന്നുണ്ട്. ഒബ്സെസ്ഡ് ഇൻ ദ സെൻസ് അതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക, അത് മാത്രമാണ് വലിയത്, അതിനൊരു ഗ്ലോറിഫൈ ചെയ്ത് വെക്കുന്നത് ഇസ് നോട്ട് ഗുഡ്. അങ്ങനെയാണ് ഇപ്പോൾ ലൈക്ക് ദ ഗുഡ് ആൻഡ് ബാഡ് അതിലുള്ളത്. കൊറിയൻ ഡ്രാമ മുതൽ കൊറിയൻ ഗെയിമുകൾ വരെ യുവാക്കളെ സ്വാധീനിക്കുന്നുണ്ട്. എന്നാൽ എന്തും അധികമായാൽ വലിയ ആപത്തുണ്ടാകും. യുവാക്കളും പറയുന്നത് ഇങ്ങനെ തന്നെയാണ്. കോഴിക്കോട് നിന്നും ആകാശ്, ന്യൂസ് മലയാളം.